നമ്മുടെ മട്ടാഞ്ചേരിയിലേക്കുള്ള അതിമനോഹരമായ ഒരു യാത്രയാണ്. എറണാകുളത്ത് നിന്ന് നമ്മൾ പോകുന്നത് കുണ്ടന്നൂർ റോഡ് ബ്രിഡ്ജിലൂടെ യാത്ര ചെയ്ത് തോപ്പുംപടി എത്തി. തോപ്പുംപടി ടു മട്ടാഞ്ചേരി ആണ് പോകുന്നത്. ഇത് വളരെ മനോഹരമായ കാഴ്ചയാണ്. കായലിലൂടെയുള്ള ഈ യാത്ര ഏകദേശം 10 കിലോമീറ്ററോളം യാത്ര ചെയ്ത് നമ്മൾ മട്ടാഞ്ചേരിയിലെത്തണം. അതുതന്നെ വളരെ സുന്ദരമായൊരു കാഴ്ചയാണ്. ഇരുവശങ്ങളും കായലിലൂടെ കടന്നു പോകുന്ന ഫിഷിംഗ് ബോട്ടുകളും എല്ലാം വളരെ അത്ഭുതകരമായ കാഴ്ചയാണ്. എന്തുകൊണ്ട് കേരളം ടൂറിസത്തിൽ അധികം ഡെവലപ്പായില്ല എന്ന് നമുക്കിത് കാണുമ്പോൾ തോന്നും. എത്രത്തോളം പ്രകൃതി രമണീയമാണ് നമ്മുടെ ഈ കേരളം. ടൂറിസത്തിന് അനന്ത സാധ്യതയുള്ളൊരു സ്ഥലം. തോപ്പുംപടി പാലം കയറി ചെന്നിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മട്ടാഞ്ചേരിയിലേക്കോ ഫോർട്ട് കൊച്ചിയിലേക്കോ എത്തിച്ചേരാവുന്നതാണ്. മട്ടാഞ്ചേരിയിൽ നിന്നും നമുക്ക് ജൂ സ്ട്രീറ്റ് അങ്ങനെയുള്ള പുരാതനമായ സിനഗോഗുകൾ, ഒത്തിരി നമ്മുടെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഒത്തിരി ബിൽഡിങ്ങുകൾ നമുക്ക് അവിടെ കാണാവുന്നതാണ്. ആസ്പിൻ വാൾ ഒരു പ്രത്യേക അനുഭൂതി തരുന്നൊരു കാഴ്ചയാണ് നമുക്ക് മട്ടാഞ്ചേരി തരുന്നത്. അതുപോലെ തന്നെ അവിടെയുള്ള ചരിത്രപ്രധാനമായ ഒരു ആരാധനാലയം. ഒത്തിരി വിനോദസഞ്ചാരികൾ, തീർത്ഥാടകർ ഇവിടേക്ക് ദിനം പ്രതി വന്നു ചേരുന്നുണ്ട്. കൂടുതലും യൂറോപ്യൻസാണ് മട്ടാഞ്ചേരിയിൽ വരുന്നത്. കാരണം മട്ടാഞ്ചേരി പഴയ ഒരു സ്പൈസസ് മാർക്കറ്റാണ്. മട്ടാഞ്ചേരിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇന്ത്യയുടെ പൈതൃകം, കരകൗശല വിദ്യകൾ മറ്റും കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. കൂടുതലും എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു രീതിയാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. ഒത്തിരി ആളുകൾ വന്ന് ഫോട്ടോഷൂട്ടും മറ്റും മട്ടാഞ്ചേരി നടത്തുന്നുണ്ട്. നമുക്കവിടെ വളരെ നല്ല സുഗന്ധവ്യഞ്ജന വസ്തുക്കളും അതുപോലെ തന്നെ പെർഫ്യൂമുകൾ, പുരാതന കൈത്തറി വസ്ത്രങ്ങൾ, കൊത്തുപണികൾ എല്ലാം ഇവിടെ നമുക്ക് വാങ്ങാൻ ലഭിക്കും. അതിമനോഹരമായ ഒരു യാത്രാനുഭവമാണത് മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി യാത്ര. നമുക്ക് കേരളത്തിൽ തന്നെ ആസ്വദിക്കാവുന്ന, ഒരു ദിവസം കൊണ്ട് പോയി വരാവുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഇതെല്ലാം എറണാകുളത്തുള്ളവരാണെങ്കിൽ ഒരു ദിവസത്തെ യാത്രയാണ്. അതിമനോഹരമായ യാത്ര. ജൂ സ്ട്രീറ്റിൽ ഇറങ്ങി നടക്കുകയും അവിടുത്തെ കാഴ്ചകൾ കാണുകയും സിനിമകൾക്ക് പ്രവേശിക്കുകയല്ല. ചിലവുള്ളൊരു ട്രിപ്പല്ല. ഇവിടുത്തെ കച്ചവടം വളരെ എല്ലാ യൂറോപ്യൻസിനെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. വാങ്ങുന്നുണ്ടാവും. ഞാൻ പോകുന്ന സമയത്ത് ആരും വാങ്ങുന്നതായി കണ്ടില്ലെങ്കിൽ പോലും ഇറങ്ങുന്ന സമയത്ത് ബിസിനസ് ഉണ്ടാക്കി. രസകരമായ കാഴ്ചയാണ്. ഇന്നും എറണാകുളത്ത് അധികം പേരൊന്നും ഇതൊന്നും കാണാൻ പോയിട്ടുണ്ടാവാൻ ചാൻസ് കുറവാണ്. കാരണം നമ്മളിവിടെ വേറെ ഏരിയയിലേക്ക് ടൂർ പോകുന്നു. വേറെ ഏരിയയിലുള്ളവർ ഇങ്ങോട്ട് ടൂറായിട്ട് പോയിരുന്നു. അവിടെ കൂടുതലും കാണാൻ സാധിച്ചത് നോർത്ത് ഇന്ത്യൻസിനെയാണ്. മലയാളികൾ വിരളമാണ്. എനിക്കൊരു ദിവസത്തെ യാത്ര കൂടി വന്നാൽ ഒരു 2 മണിക്കൂർ അവിടെ ചിലവഴിച്ചുള്ളൂ. എങ്കിലും അതിമനോഹരമായിരുന്നു. നമുക്കൊരു പ്രത്യേക ഫീലായിരുന്നു. ഒരു യൂറോപ്യൻ കൾച്ചറോ എന്തോ, ബിൽഡിങ്ങുകൾ, അതേപോലെയുള്ള പുരാതനമായ ബിൽഡിങ്ങുകളും കാര്യങ്ങളും നമ്മൾ കേരളത്തിലല്ല എന്നുള്ളൊരു ഫീല് കണ്ടോ. ഇത് എൻട്രിയാണത്. എന്ത് മനോഹരമാണ്. നമ്മുടെ ഫോട്ടോഷൂട്ടാണ് ഇവിടെ നടക്കുന്നത്. കുട്ടികളെല്ലാം ഫോട്ടോ എടുക്കുന്നു. ഫാമിലികൾ വന്നിട്ടുണ്ട്. പല നാട്ടുകാരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. വളരെ മനോഹരമായ കണ്ടോ ഓർണമെൻറ്റ്സൊക്കെ കണ്ടോ. ഓർണമെൻറ്റ്സ് ഇവിടെ യൂറോപ്യൻസൊക്കെ ഒത്തിരി വാങ്ങുന്നുണ്ട് ഓർണമെൻറ്റ്സ്. ഇപ്പോൾ അധികം വിദേശികളില്ല. കണ്ടോ കൈത്തറി ആയിട്ടുള്ള ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഒത്തിരി ഇവിടെ അവൈലബിളാണ്. അതിമനോഹരം. ഒരു ദിവസം യാത്ര നമുക്ക് കണ്ട് മനസ്സിലാക്കാം നമ്മുടെ കേരളത്തിൽ പുരാതനമായ, കൂടുതലും നമ്മുടെ യഹൂദർ താമസിച്ചിരുന്ന ഏരിയയാണ്. അവരുടെ പള്ളികളും മറ്റും സിനഗോഗും മറ്റും ഉണ്ടായിരുന്ന ഏരിയയാണ്. അവരിപ്പോഴും അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. 1-2 കുറച്ച് ഫാമിലികളൊക്കെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. രസകരമായൊരു സായാഹ്നം. വൈകിട്ട് പോകണം. ഈവനിങ്ങുകളിലാണ് ഇവിടുത്തെ കാഴ്ച അതിമനോഹരമായ കാഴ്ച. പകലൊക്കെ വെയിലായിരിക്കുമല്ലോ, ചൂടുമൊക്കെ ആയിട്ട്. ഒരു വൈകിട്ട് 6 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ മനോഹരമാണ്, ലൈറ്റിങ്ങും എല്ലാമായിട്ട്. ഇതൊരു ദിവസം വളരെ സന്തോഷകരമായിരുന്നു. എല്ലാ കാഴ്ചകളും ഉണ്ടോ. ഇപ്പോൾ ഒത്തിരി എല്ലാം ഒരു സ്പൈസസിൻ്റെ ഷോപ്പുകളാണ് നമ്മൾ കാണുന്നത്. സ്പൈസസ്, ഓർണമെൻറ്റ്സ്. 6 മണി വരെയാണ് നമ്മുടെ സിനഗോഗിൽ പ്രവേശനമുള്ളൂ. അത് ഒരു പെർ പേഴ്സൺ 10 രൂപയാണ്. നമുക്ക് ക്യാഷായിട്ട് തന്നെ കൊടുക്കും. ഗൂഗിൾ പേ അവർ അക്സെപ്റ്റ് ചെയ്യില്ല. പഴയൊരു പാത്രം, പുരാതനമായിട്ടുള്ള പഴയ ഓട്ടുപാത്രങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന പലതരം
ലോക്കുകൾ, മൺപാത്രങ്ങൾ, ഇതെല്ലാം നമുക്ക് കാണാം അവിടെ. വളരെ രസകരമായിട്ടല്ല, ഒരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയറിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. നമുക്ക് ചെല്ലുമ്പോഴാണ് മനസ്സിലാവുള്ളൂ നമ്മളൊരു ഇത് കേരളമാണോ അല്ലയോ ഇന്ത്യ തന്നെയാണോ എന്നുള്ളൊരു സഡൻ ചേഞ്ചാണത്. ക്ലൈമറ്റ് വരെ പ്രത്യേക ഒരു വ്യത്യാസമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കൺസ്ട്രക്ഷൻ ആയിരിക്കാം, പഴയ ബിൽഡിങ്ങിൽ കൺസ്ട്രക്ഷൻ, അവരുടെ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ബിൽഡിങ്ങുകൾ കാണുമ്പോൾ ആ ഒരു വ്യത്യാസമായിരിക്കാം നമുക്കങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് കയറി കാണാവുന്നുള്ളൂ, ഇതിനകത്ത് കയറി കാണാം. ഒരു ദിവസം ഫുള്ള് ചിലവാക്കാം ഇതിനകത്ത്. ഇങ്ങോട്ടേക്ക് എറണാകുളത്തിന് പോകുകയാണെങ്കിൽ നമുക്ക് ബോട്ടിന് പോകാം, അതും ഒരു നല്ലൊരു അനുഭവമായിരിക്കും. എറണാകുളം ജെട്ടിയിൽ നിന്ന് നിസ്സാര എമൗണ്ട് നമുക്ക് ചാർജ് വരുള്ളൂ. നമുക്ക് ഫോർട്ട് കൊച്ചിക്കോ അല്ലെങ്കിൽ മട്ടാഞ്ചേരിക്കോ ബോട്ട് സർവീസ് ഉണ്ട്. അതിൽ വന്നിറങ്ങിയിട്ട് അങ്ങനെ തന്നെ തിരിച്ച് പോകാം. അല്ലെങ്കിൽ ബസ്സിന് വന്ന് തോപ്പുംപടി വഴി മട്ടാഞ്ചേരി ബസ്സുകൾ ഒത്തിരിയുണ്ട്, അങ്ങനെയും വരാം. അപ്പോൾ വേറെ ജില്ലകളിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ ബസ്സിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് തോപ്പുംപടി ഫോർട്ട് കൊച്ചി ബസ്സിന് കയറിയാൽ നമുക്ക് ഈ പോയിന്റിൽ വരെ എത്താം. എല്ലാ ബിൽഡിങ്ങും പഴയ പുരാതന ബിൽഡിങ്ങുകളാണ്. പുതിയൊരു കൺസ്ട്രക്ഷൻ നമുക്ക് ഇവിടെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ സ്പെൻഡ് ചെയ്യുന്ന ടൈം വളരെ രസമാണ്. എൻ്റെ ഒരു അനുഭൂതി. നമ്മളൊരു ദിവസം സ്പെൻഡ് ചെയ്യാവുന്ന രീതിയിൽ വരണം. ഇങ്ങനെയാണ് എല്ലാം കണ്ട് കറങ്ങി തിരിഞ്ഞ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ.